ഹായ്. 20 വർഷങ്ങൾക്ക് മുൻപാണ് ജയറാമിനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന തന്റെ പുതിയ ചിത്രത്തിലേക്ക് നായികയെ തേടി നടക്കുകയാണ് സത്യൻ അന്തിക്കാട്. ഒരു പരസ്യ ചിത്രത്തിൽ കണ്ട ആത്മവിശ്വാസമുള്ള പെൺകുട്ടിയുടെ ഫോട്ടോ അദ്ദേഹത്തിന് ഇഷ്ടമായി. അതിന് പിന്നാലെ പോയ സത്യൻ അന്തിക്കാട് തിരുവല്ലയിൽ നിന്നും ഡയാനയെ കണ്ടെത്തി. അഭിനയിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നിട്ടും ബന്ധുക്കളുടെ എതിർപ്പ് മൂലം ആ ചിത്രത്തിലേക്ക് വരുന്നില്ലെന്ന് ഡയാന പറഞ്ഞു. ഡയാനയ്ക്ക് ഇഷ്ടമാണോ എന്ന് സത്യൻ അന്തിക്കാട് ചോദിച്ചു. ഇഷ്ടമാണ്. അച്ഛനും അമ്മയ്ക്കും വിരോധമുണ്ടോ? ഇല്ല. എങ്കിൽ ഷൂട്ടിന് വരാൻ സത്യൻ അന്തിക്കാട് പറഞ്ഞു. അന്ന് ഡയാനയുടെ പേര് കൂടി മാറ്റി മറ്റൊരു പേര് സത്യൻ അന്തിക്കാട് നൽകി, നയൻതാര. അന്ന് താൻ സിനിമയിലേക്ക് കൈപിടിച്ചുയർത്തിയ നടി ഇന്ത്യയിലാകെ അറിയപ്പെടുന്ന താരമാകുമെന്ന് സത്യൻ അന്തിക്കാട് പോലും വിചാരിച്ചിരുന്നില്ല. മനസ്സിനക്കരയിലൂടെ നയൻതാര സിനിമയിലേക്ക് വന്നിട്ട് 20 വർഷം പൂർത്തിയാവുകയാണ്. ഇന്നവർ എത്തി നിൽക്കുന്നത് ഇന്ത്യയിലെ സൂപ്പർ സ്റ്റാർ പദവിയിലാണ്. നായകന് പ്രേമിക്കാനും മരം ചുറ്റാനും ഡാൻസ് കളിക്കാനും മാത്രം നായികമാരെ ഉപയോഗിച്ചിരുന്ന കാലത്ത് സിനിമയിലെത്തിയ നയൻതാര ഹീറോയിൻസ് ലീഡാവുന്ന സിനിമകൾ സൂപ്പർ ഹിറ്റ് ആവുന്ന നിലയിലേക്ക് സിനിമ മാറിയപ്പോൾ ആ മാറ്റത്തെ മുന്നിൽ നിന്ന് നയിച്ചു. ആ യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല. ഉയർച്ചകളും താഴ്ചകളും കടന്ന് ഇന്ന് ബോളിവുഡ് വരെ എത്തി നിൽക്കുന്ന നയൻസിന്റെ കരിയറിലെ ഏറ്റവും മികച്ച 10 സിനിമകൾ പരിശോധിക്കാം. ആദ്യ ചിത്രമായ മനസ്സിനക്കര തന്നെയാണ് ഈ ലിസ്റ്റിൽ ആദ്യം ചേർക്കാനുള്ളത്. തുടക്കക്കാരിയായിരുന്നിട്ടും ആ പതർച്ചയില്ലാതെ പരിചയസമ്പന്നയായ നടിയുടെ തഴക്കത്തോടെ ഗൗരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ നയൻതാരയ്ക്കായി. ജയറാം, ഷീല, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, സുകുമാരി എന്നീ പ്രതിഭകളോടൊപ്പം നയൻതാര ഇടിച്ചു നിന്നു. 2003 ക്രിസ്മസ് ദിനത്തിലാണ് ചിത്രം റിലീസ് ചെയ്തത്. ശ്രീരാമരാജ്യത്തിലെ സീതയാണ് രണ്ടാമതായി പറയാനുള്ളത്. ഗ്ലാമർ വേഷങ്ങളിലും കൊമേഴ്ഷ്യൽ ചിത്രങ്ങളിലും തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ശ്രീരാമരാജ്യം എന്ന ചിത്രത്തിൽ സീതയാവാനുള്ള ക്ഷണം നയൻതാരയ്ക്ക് ലഭിക്കുന്നത്. ഒരു ഗ്ലാമർ നടി സീതയുടെ റോളിൽ എത്തുന്നതിൽ പലരും നെറ്റിച്ചുളിച്ചു. വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഹിന്ദു മക്കൾ കക്ഷി എന്ന രാഷ്ട്രീയ പാർട്ടി അവർക്കെതിരെ വലിയ പ്രതിഷേധം തന്നെ സംഘടിപ്പിച്ചു. എന്നാൽ ചിത്രത്തിൽ നയൻതാര തന്നെ സീതയായി. നന്ദമൂരി ബാലകൃഷ്ണയാണ് രാമനായി എത്തിയത്. പ്രതിഷേധങ്ങളെയും എതിർ ശബ്ദങ്ങളെയും തരണം ചെയ്ത ശ്രീരാമരാജ്യം പോസിറ്റീവ് റെസ്പോൺസിനൊപ്പം ബോക്സ് ഓഫീസിൽ മികച്ച വിജയവുമായി. നയൻതാരയുടെ പ്രകടനം പ്രശംസിക്കപ്പെട്ടു. ശ്രീരാമരാജ്യത്തിലെ പ്രകടനത്തിന് ആ വർഷത്തെ മികച്ച തെലുങ്കു നടിക്കുള്ള പുരസ്കാരവും നയൻതാരയ്ക്ക് ലഭിച്ചു. ശ്രീരാമരാജ്യത്തിന് ശേഷം അഭിനയം നിർത്താൻ നയൻതാര തീരുമാനമെടുത്തിരുന്നു. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നയൻസ് തിരികെ എത്തിയ ചിത്രമാണ് അറ്റ്ലി സംവിധാനം ചെയ്ത രാജാറാണി. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നയൻസ് വമ്പൻ തിരിച്ചുവരവ് നടത്തിയ രാജാറാണിയാണ് മൂന്നാമത് പറയാനുള്ളത്. നയൻതാരയുടെ കരിയറിലെ വലിയൊരു വഴിത്തിരിവ് കൂടിയായിരുന്നു ചിത്രം. റജീനയുടെ എല്ലാ വികാരങ്ങളും അത്രമേൽ ഉൾക്കൊണ്ട് അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് നയൻസ് രാജാറാണിയിൽ പുറത്തെടുത്തത്. ചിത്രത്തിലെ പ്രകടനത്തിന് ആ വർഷം മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ഫിലിം ഫെയർ അവാർഡും നയൻതാരയ്ക്ക് ലഭിച്ചു. അശ്വിൻ ശരവണൻ സംവിധാനം ചെയ്ത മായയാണ് നാലാമത്. ഏറ്റവും ജനപ്രീതിയുള്ള നയൻതാര ചിത്രങ്ങളിൽ ഒന്നുകൂടിയാവും മായ. ഹൊറർ ത്രില്ലറായ ചിത്രത്തിൽ ഡബിൾ റോളിലാണ് നയൻതാര അഭിനയിച്ചത്. ഈ ചിത്രത്തിലും ഇമോഷണൽ രംഗങ്ങളിലെ നയൻതാരയുടെ പ്രകടനം അവിസ്മരണീയമായിരുന്നു. വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നാനും റൗഡിതാനാണ് അഞ്ചാമത് പറയാനുള്ളത്. കേൾവിശക്തിയില്ലാത്ത ചുണ്ടനക്കം കണ്ട് പറയുന്നത് തിരിച്ചറിയുന്ന കാദംബരി എന്ന കഥാപാത്രത്തെയാണ് നയൻസ് അവതരിപ്പിച്ചത്. ചിത്രത്തിൽ ഇമോഷണൽ കോമഡി രംഗങ്ങളിലും നയൻതാര തന്നെയാണ് സ്കോർ ചെയ്തത്. സിദ്ദിഖ് സംവിധാനം ചെയ്ത ബോഡിഗാർഡാണ് ആറാമത്. നയൻതാരയിലെ നടിയെ പുറത്തെടുത്ത സിനിമയാണ് ബോഡിഗാർഡ്. നായകനായ ജയകൃഷ്ണനോട് പ്രണയം പറയുന്ന അമ്മുവിന്റെ ഒറ്റ സീൻ മതി നയൻതാര എന്ന അഭിനേത്രിയുടെ റേഞ്ച് മനസ്സിലാവാൻ. റിലീസ് സമയത്ത് തിയേറ്ററുകളിൽ ചിത്രം അത്ര വിജയമായിരുന്നില്ലെങ്കിലും പിന്നീട് ചിത്രം കഥ കൊണ്ടും പ്രകടനം കൊണ്ടും ചർച്ചയായി. ബോഡിഗാർഡ് തമിഴിലേക്കും ഹിന്ദിയിലേക്കും റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. മമ്മൂട്ടിക്കൊപ്പം നയൻതാര അഭിനയിച്ച പുതിയ നിയമമാണ് ഏഴാമത്. ഒരു പെണ്ണിന്റെ പ്രതികാരത്തിന്റെ കഥ പറഞ്ഞ ചിത്രത്തിൽ ഇന്റൻസ് ആയ പ്രകടനമായിരുന്നു നയൻസിന്റേത്. ചിത്രം കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും വലിയ ശ്രദ്ധ നേടിയിരുന്നു. ക്രൈം ത്രില്ലർ ജോണറിൽ പ്രതികാര കഥ പറഞ്ഞ ഇമൈക്ക നൊടികളാണ് എട്ടാമത്. CBI ഓഫീസറായ അഞ്ജലി വിക്രമാദിത്യൻ IPS ആയാണ് നയൻതാര അഭിനയിച്ചത്. ഒരു സൈക്കോ കില്ലറിന് പിന്നാലെ പായുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കഥ പറഞ്ഞ ചിത്രം ട്വിസ്റ്റുകൾ കൊണ്ട് സമ്പന്നമായിരുന്നു. നയൻതാര ലീഡ് റോളിലെത്തിയ മറ്റൊരു ക്രൈം ത്രില്ലർ ചിത്രമായ നെട്രിക്കണ്ണാണ് ഒമ്പതാമത്. നയൻസ് ഡബിൾ റോളിലാണ് ചിത്രത്തിൽ അഭിനയിച്ചത്. അതിൽ പ്രധാന കഥാപാത്രം അന്ധയായ ദുർഗയായിരുന്നു.
മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥയായിരുന്ന ദുർഗയ്ക്ക് പിന്നാലെ ഒരു സൈക്കോ കില്ലർ വരുന്നതും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവരുടെ ശ്രമങ്ങളുമാണ് ചിത്രത്തിൽ കാണിച്ചത്. നെൽസൺ ദിലീപ് കുമാർ ആദ്യമായി സംവിധായകനായ കൊലമാവ് കോകിലയാണ് 10ാമത്. ക്യാൻസർ ബാധിച്ച അമ്മയെ രക്ഷിക്കാനായി തന്റെ ഗ്രാമത്തിൽ നടക്കുന്ന മയക്കുമരുന്ന് ഇടപാടുകളിലേക്ക് തിരിയുന്ന പെൺകുട്ടിയുടെ കഥയാണ് ചിത്രം പറഞ്ഞത്. ഒടുവിൽ അവളുടെ മുഴുവൻ കുടുംബം തന്നെ ഈ മയക്കുമരുന്ന് മാഫിയകൾ തമ്മിലുള്ള യുദ്ധത്തിൽ പെട്ടുപോകുന്നതും അതിൽ നിന്ന് രക്ഷപ്പെടാനായി അവർ നടത്തുന്ന ശ്രമങ്ങളുമാണ് ചിത്രം പറഞ്ഞത്. ഡാർക്ക് കോമഡി ജോണറിൽ കഥ പറഞ്ഞ ചിത്രം വലിയ വിജയമായിരുന്നു. വ്യത്യസ്തതയും വെല്ലുവിളിയും നിറഞ്ഞ നിരവധി കഥാപാത്രങ്ങളാണ് ലീഡ് റോളിലും അല്ലാതെയും നയൻസ് അഭിനയിച്ചു തീർത്തത്. ഗ്ലാമർ കൊമേഴ്ഷ്യൽ ചിത്രങ്ങളുടെ പേരിൽ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട നായികയല്ല നയൻതാര. മേൽപ്പറഞ്ഞ 10 സിനിമകളിലെ മാത്രം വ്യത്യസ്തത നോക്കിയാൽ മതി അവരിലെ നടിയെ അടയാളപ്പെടുത്താൻ. ഒപ്പം പുതുമുഖ സംവിധായകർക്കും അവസരം നൽകി പരീക്ഷണങ്ങൾക്കും തയ്യാറാകുന്ന നയൻസിനെയും കാണാനാകും. സക്സസ്ഫുള്ളായി 20 വർഷം പൂർത്തിയാക്കിയ നയൻതാരയുടെ കരിയറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രം ഏതെന്ന് പറയൂ.